ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ പിങ്കിനെയാണ്. പിങ്കി ആണെങ്കിൽ കിട്ടിയ അവസരം പാഴാക്കാതെ നന്ദയെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നന്ദയ്ക്ക് അഹങ്കാരമാണ്, അവൾക്ക് ഒടുക്കത്തെ അസൂയാണ്. അസൂയ കാരണമാണ് അവൾ ഇറങ്ങി വരാത്തത്. അവൾ അസൂയ കാരണം എന്താ പെരയ്ക്കകത്ത് അടച്ച് ഇരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ടും നമ്മുടെ നന്ദേനെ അങ്ങോട്ട് അടിച്ച് ആക്ഷേപിക്കുകയാണ്. അപ്പോഴത്തേക്കും അർജുൻ വന്നിട്ട് പിങ്കിയോട് പറഞ്ഞു, പിങ്കി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അതെ, എനിക്കിവിടെ പറയാനുള്ളത് വേറെ ഒന്നുമല്ല. ഇവിടെ ഇപ്പം ഒരു ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് എല്ലാവർക്കും സന്തോഷം നൽകാനാ, അല്ലാതെ സങ്കടം നൽകാനല്ല. അല്ല, നീ എന്തിനാ നന്ദയിടത്തിയെ ഇതിനു മാത്രം കുറ്റം പറയണത്? നന്ദയിടത്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നന്ദയിടത്തി വരാതിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. നമ്മൾ ഒരാളെയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഒന്നും. ഇനിയിപ്പം നന്ദയിടത്തി വന്നാലേ ഈ ഒരു ഫംഗ്ഷൻ നടക്കുവോളെ എന്ന് പറഞ്ഞ് നീ വാശി പിടിക്കുന്നത് അത് ശരിയല്ലല്ലോ. അല്ല ഏട്ടാ, എന്താ പറ്റിയത്? നന്ദയിടത്തിക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ നമ്മുടെ ഗൗതം പറഞ്ഞു, നന്ദയിടത്തി അവക്ക് എന്താ പറ്റിയതെന്നേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലും അറിയില്ല. ഏതായാലും ഞാൻ ഒന്ന് തീരുമാനിച്ചതാ. അവളുടെ ഒരു സെമിനാറും ഒരു കോപ്പിലത്തെ ഒരു ഡോക്ടർ പഠനവും എല്ലാം പൂട്ടിക്കെട്ടി വീട്ടിനകത്ത് വെക്കേണ്ട സമയം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മഹേശ്വരൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആദ്യം കുടുംബത്തിന്റെ കാര്യം നോക്കിയിട്ട് മതിയല്ലോ ഈ ഡോക്ടർ പഠിത്തമോ കാര്യങ്ങളോ ഒക്കെ. ആരും ഇവിടെ ഡോക്ടർ ആകണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും അതായിരിക്കണം എല്ലാവരും മുൻപന്തിയിൽ കാണേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ അരുന്ധതി വന്നിട്ട്, എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. ഇവിടെ ഒരു നല്ല ചടങ്ങ് നടക്കുകയാണ്. ആ ചടങ്ങിൽ ഇവിടത്തെ മരുമക്കൾ എല്ലാവരും ഉണ്ടായിരിക്കണം. അതുമാത്രം എനിക്ക് പറയാനുള്ളൂ. അതല്ലാതെ ഇതിൽ കൂടുതൽ എനിക്ക് സംസാരിക്കാനില്ല. അവക്കല്ലെങ്കിലും അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുക. ആര് പറയുന്നതും കേൾക്കൂലല്ലോ. ധിക്കാരിയല്ലേ ധിക്കാരി. അവളുടെ വാശി അത് ജയിക്കണമെന്ന് പറഞ്ഞപ്പം ലക്ഷ്മി പറഞ്ഞു, എന്തിനാ ഇങ്ങനെ അവൾ വെറുതെ എല്ലാവരും കൂടി ഇട്ട് കുറ്റപ്പെടുത്തുന്നത്? അർജുൻ പറഞ്ഞതുപോലെ അവൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ അവൾ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അർജുനും പറഞ്ഞു, അത് തന്നെ എനിക്കും പറയാനുള്ളത്. എന്തിനാ വാശി പിടിച്ച ഒരാളെ ഇവിടെ നിർത്തുന്നത്? അതും MBBS-നല്ലേ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. അത് നിസ്സാരമൊന്നുമല്ല. ഒരു സെമിനാറിൽ പങ്കെടുക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം ബാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലോ. അല്ല, ഈ പറയുന്ന ഏട്ടൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഏട്ടൻ അറിയില്ല ഇതിനെക്കുറിച്ചൊക്കെ. പിന്നെ എന്തിനാ ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അർജുൻ, നീ കൂടുതലൊന്നും സംസാരിക്കരുത്. അല്ല, എന്നിട്ട് നന്ദയിടത്തിനെ കാണുന്നില്ലല്ലോ. അവൾ എന്ത് ചെയ്യുന്നോ? അവളെ ഞാൻ പൂട്ടിയിട്ടു. അവളൊന്ന് പോകുന്നു എനിക്ക് കാണണം. അവള് ആ പൂട്ട് തുറന്നാലല്ലേ ഈ റൂമിന് വെളിയിൽ പോകത്തുള്ളൂ, ഈ വീടിന് വെളിയിൽ പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ അവൾ ഈ വീടിന് വെളിയിൽ പോകാനൊന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് അവളെ ഞാൻ പൂട്ടിയിട്ടു എന്ന് പറഞ്ഞപ്പം നമ്മുടെ പിങ്കി ഒരൊറ്റ ചിരി. ഓഹോ, അപ്പം ഭർത്താവ് ഭാര്യനെ പൂട്ടിയിട്ടു, അതുവരെ എത്തിയല്ലേ? എന്താ കളി. ഞാനും അർജുനും ഒരുമിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നന്ദ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു അർജുനെ. എന്നിട്ടിപ്പം അർജുനും ഞാനും ഒന്നിച്ചു കഴിഞ്ഞപ്പം അവൾക്ക് അത്രയ്ക്ക് ദഹിക്കുന്നില്ല. ഈ ദഹിക്കാത്തത് എന്താണെന്നും എനിക്കറിയാം. ഞങ്ങള് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്, പ്രത്യേകിച്ച് ഞാൻ സന്തോഷത്തോടു കൂടി എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് അവൾക്കിഷ്ടമല്ല. അവൾ എന്താ ആഗ്രഹിച്ചതെന്നറിയാമോ? അവള് ഇവിടെ അർജുനെ കൊണ്ടുവന്നിട്ട് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാമെന്നും അതുപോലെ എന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാമെന്നും തന്നെയായിരുന്നു അവളുടെ ഉദ്ദേശം. അതൊക്കെ നടക്കാതെ പോയതിന്റെ സങ്കടം അവളുടെ മുഖത്ത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, പിങ്കി നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? കുറെ നേരമായാലും പിങ്കി നീ ഓരോന്ന് വിളിച്ചു പറയുന്നു. എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നത്? ഏതായാലും നന്ദമോൾ അങ്ങനെ ഒരു വാശി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാണുമെന്ന് ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ അറിയാമെന്ന് എനിക്കും അറിയാം. പക്ഷെ അതെല്ലാം നിങ്ങൾ മൂടി വെച്ച് എല്ലാവരും നന്ദേനെ കുറ്റപ്പെടുത്തുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ പറഞ്ഞു, ഏതായാലും ആ താക്കോൽ ഇങ്ങതാ, ഞാനൊന്ന് പോയി നന്ദേടത്തിനെ കാണട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞു, ഇല്ല, നന്ദേനെ തുറന്നു വിടാനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഒന്ന് ചെല്ലട്ടെ അങ്ങോട്ടേക്ക്, എന്തിനാ ഇതുപോലെ മനസ്സിൽ പിടിക്കണം, ആ താക്കോൽ ഇങ്ങതായ ഏട്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അർജുൻ്റെ കയ്യിൽ നിന്നും ആ താക്കോൽ മേടിച്ചുകൊണ്ട് നേരെ പോവുകയാണ് റൂമിലേക്ക്. ഇതേ സമയം നമ്മുടെ നന്ദ വെളിയിൽ ചാടിയത് ഇവർ അറിഞ്ഞില്ല കേട്ടോ. നമ്മുടെ നന്ദ വെളിയിൽ ചാടിയെങ്കിലും പോയൊന്നുമില്ല. നമ്മുടെ നന്ദ അവിടെ തന്നെയുണ്ട്. അപ്പം നമ്മുടെ നന്ദേനെ കാണാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പതറുമല്ലോ. അങ്ങനെ പെട്ടെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ നന്ദേനെ കാണുന്നില്ല. ആട് കിടന്നിടത്ത് പൂടെ ഇല്ലെന്ന് പറഞ്ഞതുപോലെ നന്ദ അവിടെ ഇല്ല. അപ്പം പറഞ്ഞു, അല്ലക്ക് ഇതുമേട്ട നന്ദ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും പുറകെ വാല് തൂങ്ങി ചെന്നായിരുന്നു. അതായത് നമ്മുടെ അർജുൻ അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കും അർജുന്റെ പുറകെ അരുന്ധതിയും അതുപോലെ തന്നെ മഹേശ്വരനും ലക്ഷ്മിയും
മോഹിനിയും പവിത്രയും ഒക്കെ മാല തൂങ്ങി പുറകെ പോയായിരുന്നു. പിങ്കിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും യുദ്ധം നടക്കുവാണെങ്കിൽ കാണണമല്ലോ. അപ്പോൾ അതും കൊണ്ട് എല്ലാവരും മാലയെ തൂങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആട് കിടന്നത് കൂടെ ഇല്ലാത്തൊരവസ്ഥ കാണുന്നത്. അപ്പം ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവളെ ഞാൻ ഇവിടെ പൂട്ടിയിട്ടിട്ട് പോയതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു, അവളെ പൂട്ടിയിട്ടിട്ട് പോയപ്പോഴേ ഗൗതം ഒരു കാര്യം ഇറക്കണമായിരുന്നു. അവള് അതിബുദ്ധി കാണിക്കുന്ന ദേ അവള് ഇതിലെ കൂടെ തുറന്നു പോയിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്? ഞങ്ങള് ഒരുമിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ എന്തിനാ നിങ്ങളൊക്കെ കൂടി അർജുനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇപ്പൊ അർജുന് മനസ്സിലായില്ലേ? അർജുൻ നമ്മൾ ഒരുമിക്കുന്നത് ഇവർക്ക് ആർക്കും പിടിച്ചിട്ടില്ല. ഇവർക്ക് ആർക്കും നല്ലാട്ടോ, സോറി, നന്ദയ്ക്ക് പിടിച്ചിട്ടില്ല. അത് തന്നെയാ കാര്യം. നന്ദ ഉദ്ദേശിച്ചത് വേറെയാ. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഈ കുടുംബത്തിലേക്ക് അർജുനെ കൊണ്ടുവന്നിട്ട് ഞാനും അർജുനും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയൊന്നുമല്ല. അവക്കിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവൾ ഇങ്ങോട്ടേക്ക് അർജുനെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതേ സമയം ഇവരെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും കണ്ടുകൊണ്ട് നമ്മുടെ നന്ദ കയറി വരികയാണ്. അപ്പൊ നന്ദനെ കണ്ടതും എല്ലാവരും ഞെട്ടിപ്പോയി. പെട്ടെന്ന് ലക്ഷ്മി ഓടി ചെന്നിട്ട് എന്തു പറ്റി മോളെ എന്താ പറ്റിയത് നിനക്ക്? നിന്നെ പൂട്ടിയിട്ടിട്ട് നിനക്ക് എന്താ മോളെ പറ്റിയത്? എന്തിനാ മോളെ ഈ വാശിയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വാശി ഞാനല്ലല്ലോ ഇവിടെ വാശി കാണിക്കുന്നത്. വാശി കാണിക്കുന്നത് ഗൗതം സാറല്ലേ? ഗൗതം സാറിനല്ലേ ഞാൻ ഇന്ന് ഇവിടെ വേണമെന്നുള്ള വാശി. അതും ചിലവരുടെ പേക്കൂത്ത് കാണാനായിട്ട്. എന്തിനാ ഞാനിവിടെ നിൽക്കുന്നത്? അതും എന്നെ തോൽപ്പിക്കാൻ വേണ്ടി. ഞാൻ അങ്ങനെ തോൽക്കാൻ തയ്യാറല്ല. അതെല്ലാവരും അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പം പിങ്കി പറഞ്ഞു, കണ്ടില്ലേ അവളുടെ അഹങ്കാരം കണ്ടില്ലേ? ദേ വല്യമ്മായി, ഞാൻ പറഞ്ഞതിൽ ഇപ്പൊ എന്താ തെറ്റിരിക്കുന്നത്? അർജുൻ, ഞാൻ പറഞ്ഞതിൽ ഇപ്പൊ എന്താ തെറ്റിരിക്കുന്നത്? ഇവക്ക് അസൂയ, മുഴുത്ത അസൂയ. എന്തിനാടി പിങ്കി ഞാൻ അസൂയപ്പെടേണ്ടത്? നിന്റെ അർജുൻ്റെ ജീവിതം കണ്ടിട്ടോ എനിക്കങ്ങനെ അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അസൂയപ്പെടാനായിരുന്നുവെങ്കിൽ അർജുനെ എനിക്ക് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പിങ്കി പറഞ്ഞു, അർജുനെ കൊണ്ടുവന്നപ്പം നീ ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ. ഞാനും അർജുനും മുട്ടനടി ഉണ്ടാകും, വഴക്കുണ്ടാകും, ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നൊക്കെയല്ലേ നീ പ്രതീക്ഷിച്ചത്? അർജുൻ ഉദ്ദേശിക്കുന്നത് പോലെ ഇവക്ക് നമ്മുടെ ജീവിതം അല്ല സേഫ് ആക്കേണ്ടത്. ഇവക്ക് ഇവളുടെ ജീവിതം സേഫ് ആക്കണം. അതിനുവേണ്ടിയാ അർജുനെ ഇവിടം വരെ ഇവള് കൊണ്ടെത്തിച്ചത്. അതെനിക്കിപ്പം നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ ഇവള് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവൾക്കത് പിടിക്കാത്തത്. ഇവളോർത്തു അർജുൻ ഇവിടെ വരുമ്പം ഞാനങ്ങോട്ട് പോകും, പിന്നെ എൻ്റെ ശല്യം ഇവിടെ ആർക്കും ഉണ്ടാവില്ലല്ലോ. ഞാനാണല്ലോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ കരട് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും നമ്മുടെ ഗൗതം ഇങ്ങ് വന്നിട്ട് പറഞ്ഞു, പിങ്കി ഇവിടുന്ന് നിനക്ക് പോകാൻ പറ്റില്ല. കാരണം നിന്നെ ഇവിടുന്ന് ഞാൻ ഇന്ന് വിടില്ല. ഞാൻ പറഞ്ഞതാണല്ലോ, ഈ കുടുംബത്തിലെ ഒരംഗമാണ് നീയെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്ന ഈ ഫംഗ്ഷനിൽ നീ പങ്കെടുക്കണം. ഇതെന്റെ ഒരു വാശിയായിട്ട് നീ കണക്കാക്കിക്കോ. കാരണം എന്നെ വാശി പിടിപ്പിച്ചത് നീയാണ്. നിന്റെ വാശി ജയിക്കണമെന്ന് പറയുമ്പോൾ എനിക്കുണ്ട് എൻ്റെ വാശിയും ജയിക്കണമെന്ന്. അതുകൊണ്ട് വേറെ ഒന്നും കൊണ്ടുമല്ല, എൻ്റെ വാശി ജയിക്കാൻ വേണ്ടിയാണെന്ന് കരുതിക്കോ. ഇന്ന് ഈ കുടുംബത്തിൽ നിന്ന് നീ ഇറങ്ങി പോകരുത്. അതും എന്നെ ധിക്കരിച്ച് അങ്ങനെ നീ ഇറങ്ങിപ്പോയാൽ പിന്നെ ഒരിക്കലും ദേ ഈ ഗൗതം നിന്റെ ഭർത്താവായിട്ട് കാണില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം സാർ എന്താ ഈ പറയുന്നത്? എനിക്ക് സെമിനാറിന് പങ്കെടുക്കണം. എനിക്ക് സെമിനാറിൽ പങ്കെടുത്തേ പറ്റൂ. അല്ല, ഞാൻ പ്രത്യേകിച്ച് സാറിനോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതെനിക്ക് ഒരു മാർക്കുള്ളതാ. എൻ്റെ ലക്ഷ്യം ഇപ്പം വേറൊന്നുമല്ല. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നത് തന്നെ എന്തിനാണെന്ന് സാറിന് അറിയാലോ. എൻ്റെ ലക്ഷ്യം പഠിക്കുക, ഡോക്ടറാകുക. അതാ എൻ്റെ മുന്നിലുള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. അതെന്തിനാ സാർ തട്ടിത്തെറിപ്പിക്കുന്നത്? എല്ലാവരും കൂടെ എന്തിനാ എന്നെ നിർബന്ധിച്ച് ഇവിടെ നിർത്തുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഈ നന്ദ ഇവിടെ നിൽക്കണമെങ്കിൽ ഈ നന്ദ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, ഒരിക്കലും ഇങ്ങനെ ആവരുതായിരുന്നു. ഇവർ ചെയ്യുന്നതും ഇങ്ങനെ ആവരുതായിരുന്നു. അർജുൻ, ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ അർജുന്. എനിക്ക് പ്രതീക്ഷയുണ്ട്, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഉള്ള ബോധവും എനിക്കുണ്ട്. ആ ബോധം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും കണ്ട് ഒരിക്കലും നന്ദയുടെ മനസ്സ് കുലുങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അർജുൻ മുന്നിലേക്ക് വന്നിട്ട് ഗൗതമിനോട് പറയുന്നത്, ഏട്ടാ നന്ദയ്ക്ക് പോകുവാണെങ്കിൽ നന്ദ പൊക്കോട്ടെ. നന്ദ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നന്ദയ്ക്ക് പഠിക്കാനുണ്ടെങ്കിൽ നന്ദ പോട്ടെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അർജുൻ, ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ വീണ്ടും ഇത് തന്നെ നീ ആവർത്തിക്കുന്നത്? നന്ദ ഇന്ന് ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഒരിക്കലും നന്ദയുടെ ഭർത്താവായിട്ട് ഞാൻ കാണില്ല എന്ന് പറഞ്ഞു. ഏതായാലും നന്ദ ഇച്ചിരി വാശിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ നന്ദ അതിനെ എതിർത്ത് നിൽക്കും. അത് 100% ഉറപ്പല്ലേ. അങ്ങനെ നന്ദ ഓരോന്ന് പറയാൻ തുടങ്ങി. ഗൗതമിന് അത് പിടിക്കുന്നില്ല. ഗൗതം ഓടിച്ചെന്ന് നമ്മുടെ നന്ദയുടെ കർണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കാൻ വേണ്ടി തുടങ്ങി. ഏതായാലും കൈ അങ്ങെടുത്ത് പൊക്കാൻ വേണ്ടി വന്നതും നമ്മുടെ അർജുൻ ഓടി വന്ന് പിടിക്കുകയാണ്.
ഗൗതമിന്റെ കയ്യിൽ. ഇല്ല, അടിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഓഹോ, എൻ്റെ ഭാര്യനെ അടിക്കാന് നീ നിന്റെ സമ്മതം എന്തിനു വേണം? എനിക്ക് എൻ്റെ ഭാര്യനെ അടിക്കാൻ ആരുടെയും സമ്മതം വേണ്ട. ദേ, ഞാനൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ അർജുൻ നീ ഇടപെടേണ്ട കാര്യമില്ല. എന്തിനാ നീ ഇപ്പൊ ഇവളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നത്? നീ വലിയ ദൈവത്തെ പോലെ ആയിരിക്കും നന്ദേനെ കാണുന്നത്. അത് നിന്റെ മനസ്സിലിരുന്നാൽ മതി. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം എന്നും പറഞ്ഞ് പിന്നെ അങ്ങോട്ട് നമ്മുടെ ഗൗതമും അതുപോലെ അർജുനും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുകയാണ്. ഏതായാലും ഇതൊക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന നമ്മുടെ പിങ്കിക്കാണെങ്കിൽ മനസമാധാനമായി എന്ന് പറയാം. കാരണം പിങ്കി ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. പിങ്കി ആഗ്രഹിച്ചത് വേറൊന്നുമല്ല, കുടുംബത്തിൽ പ്രശ്നമുണ്ടാകണം, അർജുനും ഗൗതമും നന്ദയും തമ്മിൽ തെറ്റണം. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ നന്ദ എന്ത് ചെയ്യും? നന്ദ ഏതായാലും ഇനിയിപ്പോൾ കോളേജിൽ പോകുമോ അതോ കോളേജിൽ പോകാതെ നന്ദ ഇവിടെ നിൽക്കുമോ എന്നൊക്കെ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലേ. അപ്പം എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക. അപ്പം അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വിശേഷമായിട്ട് കാണാം. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം മിസ് ചെയ്യാതെ വൈകിട്ട് എല്ലാവരും കാണണേ. അതുപോലെ തന്നെ നമ്മുടെ വൈകിട്ട് പ്രമോ പറയാൻ വരും, അപ്പോഴും എല്ലാവരും വരണേ. അപ്പം ഇതിനു മുമ്പായിട്ട് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇട്ടിട്ടുണ്ട്, അതും എല്ലാവരും ഒന്നുകൂടെ കാണണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.